JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ ടൈപ്പിസ്റ്റ് പരീക്ഷ എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ അവർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏകദേശം എക്സ്പെക്റ്റിംഗ് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നമുക്ക് വിലയിരുത്താം. ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിലുള്ള കട്ട് ഓഫ് മാർക്കുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ പ്രസന്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ആരാണ്? സുമൻ ബെറി ആണ് കറക്റ്റ് ആൻസർ. സുമൻ ബെറി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേമസ് ഹിന്ദു ടെമ്പിൾ സിറ്റുവേറ്റഡ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി ഹില്ല്. ഏതാണ്? തിരുനെല്ലി ടെമ്പിൾ ആണ്. തിരുനെല്ലി ടെമ്പിൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ആർട്ടിഫിഷ്യൽ ലേക്ക്? ഏതാണ്? ഗോവിന്ദ് സാഗർ ലേക്ക് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in which section of Indian National Congress decided to observe 26th January of every year as the Independence Day? Lahore section ആണ് correct answer. Lahore section. അടുത്ത question, Wajid Ali Shah, the ruler of which one of the following states was removed from power by British in the name of misrule at the time of 1857 revolt? ഏതാണ്? അവാദ് ആണ്. അവാദ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഇൻ സപ്പോർട്ടഡ് ഓഫ് വൈക്കം സത്യാഗ്രഹയാണ് കറക്റ്റ് ആൻസർ. വൈക്കം സത്യാഗ്രഹ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ഫേമസ് ബുക്ക് പ്രാചീന മലയാളം? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, the town located on the confluence of river Bhagirathi and Alakananda is Dashaprayag. Dashaprayag ആണ് correct answer. അടുത്ത question, who won the 52nd ഓടക്കുഴൽ അവാർഡ്? ആരാണ്? അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടിനാണ് 52nd ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അടുത്ത question, which of the following is the brain of the computer? ഏതാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU ആണ് brain of the computer. അടുത്ത, which of the following is an output device? ഏതാണ്? പ്രിന്റർ ആണ് അല്ലേ? പ്രിന്റർ. അടുത്ത question, how many bytes does 2 kilobytes represent? 2048. 2048. അടുത്ത question, full form of URL is a uniform resource locator. അടുത്ത question, which operating system is developed by Apple? ഏതാണ്? MAC OS ആണ് അല്ലേ? Mac OS. Mac OS ആണ് correct answer. അടുത്ത question, what is the name of a device that converts digital signals to analog signals? ഏതാണ്? modem. modem ആണ് അല്ലേ? അടുത്ത question, DPI means dots per inch. dots per inch. അടുത്ത question, every computer connected to the internet is identified by a unique 4-part string known as ഏതാണ്? IP address. IP address. അടുത്ത question, the third generation computers are based on integrated circuit. Integrated circuit. അടുത്ത question, malware is the short form of for malicious software and used to refer to all of the above. Spyware, worm, virus. all of the above ആണ് correct answer. അടുത്ത question, dash is the special kind of website which offers so many services to its users. ഏതാണ്? web portals. web portals. അടുത്ത question, dash is an example of search engine. ഏതാണ്? all of these ആണ് അല്ലേ? EP, DuckDuckGo, Bing. all of these ആണ് example of a search engine. അടുത്ത question, touch screen is dash type peripheral devices, both input and output. അടുത്ത question, Norton is an example of antivirus software ആണ്. antivirus software. അടുത്ത question, who is the following is known as the father of computers? ചാൾസ് ബാബേജ് ആണ് correct answer. ചാൾസ് ബാബേജ്.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി കോൾ എ കളക്ഷൻ ഓഫ് 2 or more computers that are located within a limited distance of each other and that are connected to each other directly or indirectly? ഏതാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN, LAN ആണ് കറക്റ്റ് ആൻസർ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ദ കൺസെപ്റ്റ് ഓഫ് WYSIWYG in MS Word? ഏതാണ്? What you see is what you get. What you see is what you get. അടുത്ത ക്വസ്റ്റ്യൻ, which commands are present in quick access toolbar in MS Word? All of the above. Save, undo, redo. All of the above ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is an example of page orientation in Word document? Landscape ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, to select all the text MS Word document, Ctrl+A ആണ്, Ctrl+A. അടുത്ത ക്വസ്റ്റ്യൻ, the name of a Word document displays in title bar. The name of a Word document displays in title bar. അടുത്ത ക്വസ്റ്റ്യൻ, what is the shortcut key for find and replace dialog box in MS Word? Ctrl+H. Ctrl+H. അടുത്ത ക്വസ്റ്റ്യൻ, what is the shortcut key for paste in MS Word? Ctrl+V. അടുത്ത ക്വസ്റ്റ്യൻ, in MS Word which enables use to send the same letter to different persons? Mail merge. Mail merge ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, what is the default file name of Microsoft Excel file? ഏതാണ്? workbook 1.xlsx. ഓപ്ഷൻ ബി ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, in MS Excel the intersection of a column and a row in a worksheet is called cell. അടുത്ത ക്വസ്റ്റ്യൻ, which programming language is used to write a macro in MS Excel? Visual Basic. Visual Basic. അടുത്ത ക്വസ്റ്റ്യൻ, when a range is selected, how can you activate the previous cell? Press Ctrl+G. Plus Ctrl+G. അടുത്ത ക്വസ്റ്റ്യൻ, in MS Excel what is the syntax of power function? Equal sign, power, number, power. അടുത്ത ക്വസ്റ്റ്യൻ, in which function return the remainder after a number is divided by a divisor in Excel? ഏതാണ്? MOD. MOD ആണല്ലേ, MOD. ഓപ്ഷൻ സി ആണ് correct answer. which chart can be created in Excel? All of the above. അതായത് definite, line, pie, all of the above ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, Excel displays the current cell address in the name box. അടുത്ത ക്വസ്റ്റ്യൻ, which of these is the page setup orientation by default of the slides in PowerPoint? Landscape ആണ് correct answer. What is a Microsoft PowerPoint? Presentation program. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is called as page to create a presentation in PowerPoint? Slide ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, which of the following shortcut key is used to start a slideshow? Using F5 key. F5 key. അടുത്ത ക്വസ്റ്റ്യൻ, which of the following shortcut key is used to stop the slideshow? Escape key. അടുത്ത ക്വസ്റ്റ്യൻ, which of the following shortcut key is used for help in PowerPoint? F1. F1. അടുത്ത ക്വസ്റ്റ്യൻ, which is the menu to create a text box on a slide? Insert a text box. അടുത്ത ക്വസ്റ്റ്യൻ, PowerPoint presentation is a collection of slides and handouts, speakers notes, outlines. All of the above. All of the above ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം ടൈപ്പ്റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? NS പണ്ടാല. NS പണ്ടാല. അടുത്ത ക്വസ്റ്റ്യൻ, rhythmic touch method is also known as ഏതാണ്? staccato method. Staccato method. അടുത്ത ക്വസ്റ്റ്യൻ, type guide is fitted. Type guide is fitted. ഓപ്ഷൻ സി ആണ് correct answer. only one. ഏതാണ്? at the bottom of the segment. അടുത്ത ക്വസ്റ്റ്യൻ, items required for cleaning a typewriter? ഏതാണ്? only 1 and 2 ആണ് correct answer. ഏതാണ്? 1 and 2 ഏതാണ്? ഓപ്ഷൻ A and B. A and B എന്ന് പറഞ്ഞാൽ ലോങ് ബ്രഷ്, പോളിഷിംഗ് ബ്രഷ്, ഓയിൽ ക്യാൻ, ഹാറ്റ് പിൻ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, റോച്ചർ മെക്കാനിസം ഇൻക്ലൂഡ്സ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഫോളോയിങ് പാർട്സ്? ഏതൊക്കെയാണ്? only 1 and 2 ആണ്. പിനിയൻ വീല്, എസ്കേപ്മെന്റ് വീല്, ലൂസ് ഡോഗ്. അതാണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ,
From the below given statement, which options are true? Only 1, 2 and 3. ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. The ribbon starts to move from one spool to another spool. Automatically is known as all of the above. Reverse movement, automatic reverse movement. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The expand form of EFTS ഏതാണ്? Electronic Fund Transfer System. Electronic Fund Transfer System. When the variable line spacer is used, the contact between the cylinder ratchet and the cylinder is seized. The above statement shows that variable line spacer is used to rotate the cylinder. Option B ആണ് correct answer. അടുത്ത question. The figure 370 is written in Roman numericals as CCCLXX. Option C ആണ് correct answer. അടുത്ത question. The publisher told me that my mistakes wouldn't be a problem in the future. I thought he was very kind, but later I realized that he was giving me a left-handed compliment. What does the idiom a left-handed compliment means? Insulting remark ആണ്. Insulting remark. അടുത്ത question. Give one word substitute for sudden complete failure. ഏതാണ്? Debacle. Option A ആണ് correct answer. അടുത്ത question. Find the word which is a synonym of clicky. ഏതാണ്? Stereotype. Stereotype ആണ്. അടുത്ത question. Filling the blank with suitable preposition. Negligence or the parents causes the children to look dash affection elsewhere. ഏതാണ്? 4 ആണ് correct answer. 4. അടുത്ത question. Find the figure of speech of the following sentence. My blood turned cold like the moon. ഏതാണ്? Smile ആണ് correct answer. അടുത്ത question. Pick out the sentence which is grammatically correct. Between you and me, everything is my mystery. Option A ആണ് correct answer. Filling the blanks with an apt phrasal verb. Looking past in life, I still can't dash what went wrong. Figure out ആണ് correct answer. അടുത്ത question. Choose the correct spelling. They performed the last dash with all due respect before the body was cremated. Rights ആണ് correct answer. Option B. അടുത്ത question. Identify the sentence which is the passive voice. Let him be invited to the party. Option C ആണ് correct answer. അടുത്ത question. Choose the appropriate question tag. He chose a book. Didn't he? അടുത്ത question. Would you mind dash your car from the way? Moving ആണ് correct answer. അടുത്ത question. In the following sentence, apply a verb in agreement with its subject. Either the cast or the director dash responsible. Was responsible ആണ് correct answer. അടുത്ത question. Mr. Ben saw a dash of keys lying on the floor. Bench ആണ് correct answer. Option C. അടുത്ത question. You must get some more questions dash you can't complete your project. Otherwise ആണ് correct answer. അടുത്ത question. If I had known that you were coming, I would have prepared your favorite dishes. അടുത്ത question. Filling the blank with the correct reporter speech. She asked me if I needed lunch. അടുത്ത question. By the time we reached home, the thief had left the spot. അടുത്ത question. Filling the blanks using the article. Ramesh is dash MBA graduate. An MBA graduate. അടുത്ത question. His explanation was so complicated that only dash students responded to his queries in the interactive section. A few ആണ് correct answer. അടുത്ത question. Put the phrases in correct order and scramble the sentence. The most interesting moves I have ever seen. This is one. C, A, B ആണ് correct. Option C ആണ് correct answer. അടുത്ത question. Pon plus kalasam. പൊൽക്കലശം ഇതിലെ സന്ധി ഏത്? ആദേശ സന്ധിയാണ് ശരി ഉത്തരം. യഥായോഗ്യം പിരിച്ചെഴുതുക. യോഗ്യത പോലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ജന്മം മുതൽ ഒറ്റപദമാക്കിയാൽ ആ ജന്മം. അടുത്ത ക്വസ്റ്റ്യൻ. ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നോ അവർ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അംഗീവാക്യം ഏത്? ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ?
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ല് ഏത്? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പ്രധാന പങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിലെ ശരിയായ പ്രയോഗം ഏത്? ഐശ്ചികം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അത്യാശ്ചര്യം പിരിച്ചെഴുതിയാൽ എങ്ങനെയാ വരുന്നത്? അതി പ്ലസ് ആശ്ചര്യം. അടുത്ത ക്വസ്റ്റ്യൻ, പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കിയാൽ വിവക്ഷ. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? കൃതജ്ഞത. കൃതജ്ഞത. അടുത്ത ക്വസ്റ്റ്യൻ, കന്തളം എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? മുളം. മുളയാണ് കറക്റ്റ് ആൻസർ. ഒറ്റപ്പദമാക്കുക. പ്രയോഗത്തിന് യോഗ്യമായത്? പ്രയോഗക്ഷമം. ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്ത ഏതാണ്? ധ്യാനം. ശരിയായ പദം ഏതാണ്? ദൃഢം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചേർത്ത് എഴുതുക, കാണിത് പ്ലസ് അശങ്കം. കാണിത ശങ്കം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഏതാണ്? ഗുരുശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്ത്രീലിംഗ പ്രത്യയ വരാത്തത് പ്രയോഗം ഏത്? മിടുക്കാണ്. പരമോന്നതം പിരിച്ചെഴുതിയാൽ പരമ അധികം ഉന്നതം. അടുത്ത ക്വസ്റ്റ്യൻ, ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതിയാൽ ദുഃഖമാകുന്ന മുത്ത്. ചെം പ്ലസ് താര ചെന്താര. സന്ധി ഏതാണ്? ആദേശ സന്ധി. ഇനി നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾ പലരും പല അഭിപ്രായങ്ങളാണ് എന്നോട് പറഞ്ഞത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അഭിപ്രായം വെച്ചാൽ ആണ് നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ നടത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിന് 40 മാർക്കാണ്. അതിൽ 25 മാർക്ക് മേടിക്കാൻ യാതൊരു പ്രയാസമില്ല. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? 25-30 മാർക്കിനും ഇടയ്ക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 25 മുതൽ 30 വരെയുള്ള മാർക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയൽ മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കറിയാം അതിൽ നിന്നാണ് മുഴുവൻ ക്വസ്റ്റ്യനുകളും വന്നിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിന്റെ എല്ലാ ക്വസ്റ്റ്യനുകളും എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ 25 മുതൽ 30 വരെ മാർക്ക് കിട്ടാം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൊണ്ട് ഇച്ചിരി പ്രയാസമായിരുന്നു. എന്നാലും ഒരു 5 മുതൽ 7 വരെ മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. അതുപോലെ ജനറൽ നോളജ് വളരെ അത്ര പ്രയാസമൊന്നുമില്ല. എന്നാൽ നല്ല ഈസി അല്ലായിരുന്നു. മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു 5 മുതൽ 7 വരെയുള്ള മാർക്കുകൾ കിട്ടാമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഒരു പരമാവധി 7 മാർക്ക് വരെ കിട്ടാമെന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും അത്ര വലിയ പ്രയാസമുള്ളതായിട്ട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടില്ല. എങ്കിലും 20-ൽ ഒരു 8-നും 10-നും ഇടയ്ക്ക് മാർക്ക് കിട്ടാവുന്നതാണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും പറയുന്നത്. അത് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അങ്ങനെയാണ് ഞാൻ ഒരു എക്സ്പെക്റ്റ് കട്ട് ഓഫ് 8-നും 10-നും ഇടയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിനും 20 മാർക്കിൽ ഒരു 12 മാർക്ക് 10-നും 12-നും ഇടയ്ക്കൊക്കെ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഓൾമോസ്റ്റ് പല കുട്ടികളും എന്നോട് അഭിപ്രായം പറഞ്ഞത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റിംഗ് കട്ട് ഓഫ് മാർക്ക് ഒരു 50-നും 60-നും ഇടയ്ക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള 60 മാർക്കായിരുന്നു. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 60 മാർക്കാണ് വന്നിട്ടുള്ളത്. എന്നാലും 50-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ PSCയെ സംബന്ധിച്ചിടത്തോളം എത്ര പേരുടെ ലിസ്റ്റ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ചാണ് കട്ട് ഓഫ് മാർക്കിന്റെ വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ 100 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100ാമത് വരുന്ന വ്യക്തിയുടെ മാർക്കാണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ PSCയുടെ ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കട്ട് ഓഫ് മാർക്കിന്റെ വേരിയേഷൻ ഉണ്ടാവുക. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 50-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളുടെ മാർക്കുകളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു നിഗമനത്തിൽ എത്തിയത്. ഉദ്യോഗാർത്ഥികളുടെ മാർക്കുകളാണ് ഇങ്ങനെയാണ്. ഈ മാർക്കിനിടയ്ക്കാണ് പല ഉദ്യോഗാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ളത്, ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും. അപ്പോൾ അങ്ങനെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനൊരു കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും അതുപോലെ തന്നെ ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ. നിയമനങ്ങളൊക്കെ
കൂടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിയമനങ്ങൾ നടക്കുകയുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇറങ്ങി കൂടുതൽ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യിച്ചാൽ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് പുതിയ ലിസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ നിയമനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.